മനോഹരമായി ചായം പൂശിയിരിക്കുന്ന കെട്ടിടങ്ങൾക്ക് നടുവിലൂടെയുള്ള റോഡിലൂടെ ഒരു യാത്ര തുടങ്ങുകയാണ്. ആ റോഡ് വന്നു ചേരുന്നത് ഒരു ടൗണിലേക്കാണ്. എല്ലാവർക്കും നമസ്കാരം. ഇതൊരു ഹോട്ടലാണ്, നല്ല വൃത്തിയുള്ളൊരു ഹോട്ടൽ. ഇവിടെ നല്ല ചൂടുള്ള പൊറോട്ട കിട്ടും എന്ന അറിവ് കിട്ടുന്നതിന് ശേഷമാണ് ഇവിടെ വന്നത്. ടൗണിൽ നിന്നും മാറിയാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. പാലത്തിന് മുകളിലൂടെ അടുത്ത സ്ഥലത്തേക്ക്. നഗരത്തിൽ തന്നെയുള്ള പച്ചപ്പെല്ലാം കണ്ടുകൊണ്ടാണ് നടപ്പ്. ആ വരുന്ന ട്രാക്ടറിൽ മല പോലെ കയറ്റിക്കൊണ്ടുവരുന്നത് നിലക്കടലയാണ്. ഫർദർ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊണ്ടുവരുന്നത്. ആ വരുന്ന ബസ്സാണ് എനിക്ക് പോകേണ്ടത്. കർണാടക സർക്കാരിൻ്റെ KSRTC-യാണ്. ബാംഗ്ലൂരിലേക്കാണ് എൻ്റെ യാത്ര. ആ ബസ് സ്റ്റാൻഡിൽ പോയി തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് പ്ലാൻ കൂട്ടി കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു ബസ് പെട്ടെന്ന് വന്നത്. അതിൽ കയറി. എൻ്റെ യാത്ര പുട്ടപർത്തിൽ നിന്ന് വരുന്ന ബസ്സിൽ കയറി ബാംഗ്ലൂരിലേക്കാണ് KSRTC-യിലൊരു യാത്ര. ഇവിടെ വിശാലമായ കൃഷിഭൂമിയുടെ നടുവിലൂടെയാണ് ഈ ഹൈവേ കടന്നു പോകുന്നത്. റോഡിൻ്റെ ഇരുവശവും വിവിധങ്ങളായ തരത്തിലുള്ള കൃഷി ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റുന്നത് റോഡിൻ്റെ വീതികൂട്ടിൽ പണി നടക്കുന്നതാണ്. ധാരാളം സ്ഥലമുള്ളതുകൊണ്ട് ഹൈവേയുടെ വീതികൂട്ടിൽ ഇവിടെ ഒരു പ്രശ്നമല്ല. അങ്ങനെ വീതി കൂട്ടൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹൈവേയുടെ ഭാഗം മറ്റൊരു മെയിൻ ഹൈവേയിൽ പ്രവേശിച്ചു. 4 വരി പാതയാണിത്. പാർക്ക് ചെയ്തിരിക്കുന്ന ട്രക്ക്. ഇവിടെ ഹൈവേയുടെ നടുവിലൂടെ ഡിവൈഡർ ഉണ്ട്. ആ ഡിവൈഡറിനുള്ളിൽ മനോഹരമായ ചെടികളും പൂക്കളും കൊണ്ട് വളരെ മനോഹരം ഒരു കാഴ്ചയാണിത്. ഇവിടെ വന്നപ്പോൾ ഹൈവേ ഒരു ജംഗ്ഷനിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ വണ്ടി കുറേ നേരം നിർത്തി. അപ്പോൾ ഞാൻ അങ്ങ് ദൂരെ കാണുന്ന പച്ചക്കറിക്കടയിലെ പച്ചക്കറി സാധനങ്ങൾക്ക് എന്തായിരിക്കും വില എന്നാണ് തന്നെ വണ്ടി യാത്ര ചെയ്യുകയാണ്. ഇവിടെ ഹൈവേ കടന്നു പോകുന്നത് പച്ചപ്പും ഹരിതാപയും നിറഞ്ഞ സ്ഥലത്തിലൂടെയാണ്. മനോഹരമൊരു കാഴ്ചയാണ്. വളരെ മനോഹരമായ സ്ഥലങ്ങൾ. ബസ് ഡ്രൈവർ ബസ് വളരെ ആസ്വദിച്ചാണ് ഓടിക്കുന്നത്. അത് കണ്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ബസ് നേരെ പോകുന്നത് ടോൾ ഗേറ്റിലേക്കാണ്. സർക്കാർ ബസ്സാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ ടോൾ കൊടുക്കണം. ടോൾ ഗേറ്റിൽ കഴിഞ്ഞ് ബസ് ഹൈവേയിലൂടെ
ഇപ്പോൾ ബസ് കർണാടകയിലുള്ള ചെറിയൊരു പട്ടണത്തിലേക്ക് പ്രവേശിച്ചു. വളരെ അധികം ഏരിയയിൽ പരന്നു കിടക്കുന്നതാണ് ഈ കെട്ടിടം. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ ബസ് കയറി. ഇവിടെ നമുക്ക് കാണാം കർണാടക KSRTCയുടെ പല ബസ്സുകൾ. നേരെ മുന്നിൽ പോകുന്നത് KSRTCയുടെ മറ്റൊരു ബസ്സാണ്. ഞാൻ പോകുന്ന ബസ് ആ KSRTC ആണ്. ഇവിടെ ഹൈവേയിൽ മറ്റ് വാഹനങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. വളരെ മനോഹരമായി TC. മുന്നിൽ പോകുന്ന ബസ് വിട്ടുകൊടുക്കാൻ തയ്യാറില്ല എന്ന രീതിയിലാണ് പോകുന്നത്. ഇവിടെയും കാണാം ഹൈവേയുടെ സൈഡിൽ മനോഹരമായി പൂർത്തിയിരിക്കുന്നു. ഞാൻ സഞ്ചരിക്കുന്ന ബസ്സിൻ്റെ ഡ്രൈവറുടെ ആവേശം കൊണ്ട് പുറകിൽ നിന്നിരുന്ന കണ്ടക്ടർ ഫ്രണ്ടിൽ വന്ന് ഇരിപ്പാണ്. ഇപ്പോൾ ഞങ്ങൾ 3 പേര് ആണ് ഫ്രണ്ടിൽ വരുന്നത്. ആ ബസ്സിനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൈവേയിൽ കയറിയിൽ ഇങ്ങനെയാണ് വാഹനങ്ങളെല്ലാം മത്സരമോട്ടമാണ്. ആ മനോഹരമായ മത്സരഓട്ടം യാത്ര തുടരുകയാണ്. വിട്ടുകൊടുക്കൂല എന്ന വാശിയിൽ എൻ്റെ ബസ്സിൻ്റെ ഡ്രൈവർ മുന്നിൽ പോകുന്ന ബസ്സിന് ചേസ് ചെയ്യുക. ഇപ്പോൾ 2 പേരും കട്ട മത്സരത്തിലാണ്. ഒടുവിൽ എൻ്റെ ബസ്സിൻ്റെ ഡ്രൈവർ മനോഹരമായി ഓവർടേക്ക് ചെയ്തു. ബാംഗ്ലൂരിലേക്കുള്ള ഹൈവേ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അങ്ങ് ദൂരെ കാണുന്ന മലയുടെ സമീപത്തു കൂടിയാണ് ഈ ഹൈവേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയെല്ലാം നമുക്ക് കാണാം ഡിവൈഡറിനുള്ളിൽ മനോഹരമായി തീർന്നു നിൽക്കുന്ന ധാരാളം ചെടികൾ. വളരെ മനോഹരമായിട്ടുണ്ട്. അങ്ങ് ദൂരെ റോഡിൻ്റെ സൈഡിൽ കാണുന്നത് കൊട്ടാരം പോലെ കാണുന്നത് അതൊരു കൊട്ടാരമല്ല, ഒരു റിസർച്ച് സെൻ്ററാണ്. ഇപ്പോൾ മറ്റൊരു മനോഹരമായ സ്ഥലത്തേക്ക് ധാരാളം കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലം. ഈ കൃഷി സ്ഥലത്തിനപ്പുറം വലിയൊരു മല കാണാം. ആ മലയുടെ മുകളിൽ എന്തോ സ്തൂപം പോലെ എന്തോ സ്ഥലം. ധാരാളം പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ മനോഹരമായ മലനിരകൾ. അങ്ങനെ ഹൈവേ വീണ്ടും നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ബാംഗ്ലൂരിലേക്ക്. ജീവിതമെന്ന് തോന്നിക്കുന്ന മനോഹരമായ സ്ഥലത്തിലൂടെയാണ് ഈ ഹൈവേ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റും പച്ചപ്പും ഹരിതാവും മനോഹരമാണ്. അങ്ങനെ ബസ് ഓടി ഓടി ലഞ്ച് ബ്രേക്കിനായി നിർത്തി ഒരു കടയുടെ മുമ്പിൽ.
അതിനുശേഷം വീണ്ടും ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ബസ് മറ്റൊരു കർണാടക KSRTC ബസ് സ്റ്റാൻഡിൽ പ്രവേശിച്ചു. ഇവിടെ നമുക്ക് കാണാം ധാരാളം KSRT ബസ്സുകൾ പല സ്ഥലത്തേക്കും പോകുന്നതും ബാംഗ്ലൂർക്ക് പോകുന്നതും അങ്ങനെ എന്ന് വേണ്ട പല സ്ഥലത്തേക്ക് പോകുന്നതും. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി ടൗണിലോട്ട് പോകുമ്പോൾ ഒരു പ്രവൃത്തി ദിനത്തിലെ തിരക്കാണ് ഈ റോഡിൽ കാണുന്നത്. ധാരാളം വാഹനങ്ങളും ജനങ്ങളൊക്കെ ഒരു പ്രവൃത്തി ദിനം. ആ തിരക്കിനിടയിലൂടെ ഞങ്ങളുടെ വാഹനം ബാംഗ്ലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. Thank you for watching.